അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ എത്തിയിരിക്കുകയാണ്. അവസാനത്തെ പത്ത് റമദാൻ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസാന പത്തിൽ റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ നാം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ തന്നെ പടച്ചറബ് സ്വീകരിക്കട്ടെ. അപ്പോൾ അടുത്ത റമദാനിൽ ആരൊക്കെ എന്തൊക്കെ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഈ റമദാനിൻ്റെ അവസാന പത്തിൽ പരമാവധി എല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ഒക്കെ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അതിലൊക്കെ പ്രവർത്തിക്കുവാനുമുള്ള ഭാഗ്യം മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ അവസാനത്തെ പത്തിൽ നമ്മളെല്ലാവരും അധികരിപ്പിക്കേണ്ട കാര്യം എന്താണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ, റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിൽ നമ്മളെല്ലാവരും അധികരിപ്പിക്കേണ്ടത് ഇതാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇത് നമ്മൾ എല്ലാ റമദാൻ തുടങ്ങിയത് മുതൽ റമദാൻ കഴിയുന്നത് വരെ നമ്മളെല്ലാവരും അധികരിപ്പിക്കുന്ന ഒന്നാണ് ഇത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇത് റമദാൻ കഴിയുന്നത് വരെ അധികരിപ്പിക്കണം. അപ്പോൾ മൂന്നാമത്തെ പത്തിലും ഇത് അധികരിപ്പിക്കുക. അതോടൊപ്പം അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, اللهم إنك عفو تحب العفو فاعف عني، اللهم إنك عفو تحب العفو فاعف عني. ഇതോടെ അധികരിപ്പിക്കുക. അതോടൊപ്പം اللهم أعتقني من النار وأدخلني الجنة يا رب العالمين، اللهم أعتقني من النار وأدخلني الجنة يا رب العالمين، اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. അപ്പോൾ ഇതും അധികരിപ്പിക്കുക. അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ പത്തിൽ, അതായത് റമദാനിലെ അവസാനത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ടത്. ഇതൊക്കെയാണ് പരമാവധി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഏത് സമയത്തും, യാത്രാ സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് അധികരിപ്പിക്കേണ്ടത് ഒന്നുകൂടെ പറയാം: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, اللهم أعتقني من النار وأدخلني الجنة يا رب العالمين، أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار، اللهم إنك عفو تحب العفو فاعف عني، اللهم أعتقني من النار وأدخلني الجنة يا رب العالمين، أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار، اللهم إنك عفو تحب العفو فاعف عني، اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. അപ്പോൾ ഇത്രയും റമദാനിൻ്റെ ഈ അവസാന പത്തുകളിൽ ഇത്രയും നിങ്ങൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ. നമുക്ക് റമദാനിൽ വല്ല പാകപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പടച്ചറബ്ബ് നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.